ഗോവിന്ദചാമി ഇന്നലെ കേരളത്തിലുണ്ടാക്കിയ ഓളം എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. ജയിലൊക്കെ അങ്ങ് ചാടിപ്പോയി, 4 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ കിണറിൽ പോയി ഒളിച്ചിരുന്നു, പിടിച്ചു, കൊണ്ടുവന്നു. ഒരു വീഴ്ചയും ഒരു പ്രശ്നവും സംഭവിക്കാത്ത പോലെ മുഖ്യമന്ത്രി ഇതുവരെ വാ തുറന്നിട്ടില്ല. പക്ഷേ അത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാകുമ്പോൾ അത് കുറച്ചൊരു സ്പെഷ്യലാണ്. നമുക്കറിയാം, സ്പെഷ്യൽ ഹൈടെക് ആയിട്ടുള്ള വിയൂര് പോലുള്ളൊരു സെൻട്രൽ ജയിൽ ഉണ്ടായിക്കൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു കൊടും കുറ്റവാളിയെ ഇത്രയും കാലം കണ്ണൂർ സെൻട്രൽ ജയിലിൽ പാർപ്പിച്ചത്. അതിന് പിന്നിലും ഉദ്ദേശമുണ്ട് എന്നുള്ള രീതിയിലും വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. വേറൊരു ഉദ്ദേശം കൊണ്ട് ജയിലിൽ ചാടി, അല്ലെങ്കിൽ ആരോ ഒത്താശയോടെ ചാടി പലതിനെയും മറയ്ക്കാനാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് കമൻറ്റുകൾ പോലും ആ രീതിയിൽ വന്നു കഴിഞ്ഞു. പക്ഷേ കണ്ണൂർ സെൻട്രൽ ജയിലാണ് ശരിക്കും ചർച്ച ചെയ്യേണ്ടത്. അത് ഇപ്പോഴും ഭരിക്കുന്നത് കൊടും കുറ്റവാളികൾ തന്നെയാണ്. ഇന്നിപ്പം എല്ലാവരുടെയും ഭാഗത്ത് മൂടിക്കെട്ടാനും ഈ ഓളം ഒന്ന് അവസാനിപ്പിക്കാനും വിയൂരിലേക്ക് കനത്ത സുരക്ഷയോടെ കൊണ്ടുപോയി സുരക്ഷയിൽ പാർപ്പിക്കേണ്ട ഒരു അങ്ങനെ ആയുധധാരികളായ നമ്മളെ സേവിക്കേണ്ട സർവീസ് ചെയ്യേണ്ട ആളുകൾ സേവിക്കേണ്ട ഒരാളൊന്നുമല്ല ഗോവിന്ദചാമി എന്ന് പറയുന്നത്. അയാൾ ചെയ്തത് കുറ്റമാണ്. അപ്പം ഇങ്ങനെ സംരക്ഷിക്കുന്ന ഗോവിന്ദചാമി ചാടിയത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ്. അപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിന് ഒരു ചരിത്രം തന്നെയുണ്ട്. അത് കണ്ണൂരാണുള്ളത്. അത് ചെറിയൊരു പാർട്ടി കേന്ദ്രമാണ്. ആ പാർട്ടിയുടെ ഒരു മുതലാളിത്ത വ്യവസ്ഥ ഇപ്പോഴും അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് സത്യം. അത് ചേട്ടന് എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? കണ്ണൂർ സെൻട്രൽ ജയിൽ ചരിത്രം. അല്ല, മീര പറഞ്ഞത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അതായത് കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറയുന്ന ഒരു അര പാർട്ടിക്കാരുടെ സങ്കേതമാണ്. കാര്യം പാർട്ടി സി പി എം എന്ന് പറയുന്ന പാർട്ടി അവർ നടത്തിയ കൊലപാതകങ്ങൾക്ക് ശേഷം അവരെല്ലാം കൊണ്ട് സുഖലോലുപരായി പാർപ്പിച്ചിരിക്കുന്ന ഒരിടം മാത്രമാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത്. അത് രാഷ്ട്രീയ തടവുകാരല്ല, കൊലപാതകം പൊളിറ്റിക്കലി കൊലപാതകം ചെയ്ത കൊടും ക്രിമിനലുകളെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതിൽ മീര പറഞ്ഞ ഒരു കാര്യം, അതായത് ഈ കണ്ണൂർ ജയിൽ എന്ന് പറയുന്നത് നിയന്ത്രിക്കുന്നത് തടവ് പുള്ളികളാണ് നിയന്ത്രിക്കുന്നത്. പിന്നെ ഇത് ഈ പറയുന്ന രീതിയിൽ ഇത്തരത്തിൽ ഒരു ആക്ഷേപം ഉണ്ടായി എന്നുണ്ടെങ്കിൽ സി പി എമ്മിന് അത് കടുത്ത ഒരു നാണക്കേടാണ് ഈ ഉണ്ടായിരിക്കുന്നത്. ഭരണത്തിയിരിക്കുന്ന സിസ്റ്റമാണ്, ഒരു സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ നാണക്കേടാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഗോവിന്ദചാമി ചാടി മണിക്കൂറുകൾക്കകം പിടിച്ചു എന്ന് പറഞ്ഞ് തടിതപ്പാമെന്നൊന്നും സർക്കാരിന് വിചാരിക്കാൻ പറ്റില്ല. പിന്നെ തുടക്കത്തിൽ മീര പറഞ്ഞു ഇതുവരെ മുഖ്യമന്ത്രി അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ലെന്ന്. മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? മുഖ്യമന്ത്രി ഇതെല്ലാം കൂടെ കുറ്റം കൊണ്ടുപോയി ഉദ്യോഗസ്ഥരെ തലയിൽ കൊണ്ട് ചാർത്തും. മുഖ്യമന്ത്രി ഇതൊന്നും പറയത്തില്ല. ഇതിപ്പം ജൂലൈ ഓഗസ്റ്റിൽ ചിലപ്പോൾ ഇത്രയും നാളുകൾക്ക് ശേഷം ചിലപ്പോൾ ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിന് പോലീസിൻ്റെ പരേഡിന് ശേഷം കൊടി ഉയർത്തിയിട്ടായിരിക്കും മുഖ്യമന്ത്രി പറയുന്നത്. അന്ന് പറയും, ചിലപ്പോൾ അത്രയും സമയം അദ്ദേഹം മിണ്ടത്തില്ല. അന്ന് അല്ലെങ്കിൽ ഈ പത്രസമ്മേളനങ്ങൾ ഏതെങ്കിലും വരുമ്പോൾ പറയും, എനിക്ക് തോന്നുന്നു ഇതൊരു കുറ്റമാറ്റി അദ്ദേഹം പറയും. അദ്ദേഹത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായി അദ്ദേഹം ഭരണത്തിലിരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള കൊടും ഇത്തരത്തിലുള്ള കാര്യക്ഷമത ഇല്ലായ്മയെ വളരെ നിസ്സാരവൽക്കരിച്ചാണ് അദ്ദേഹം പറയാറുള്ളത്. പോലീസിൻ്റെ വീഴ്ചയാണെന്ന് പറയുമ്പോൾ അദ്ദേഹം കൂടെ ചേർന്നല്ലേ പോലീസിൻ്റെ വീഴ്ച? ഇതിലുണ്ടാകുന്നത് ഈ പറയുന്ന രീതിയിൽ സെല്ലുകളിൽ നിന്ന് മൊബൈൽ ഫോണുകൾ, ലഹരി വസ്തുക്കൾ ഒക്കെ പിടികൂടാറുണ്ട്. അടിക്കടി അതിൻ്റെ റിപ്പോർട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ചെയ്തിട്ട് എന്താ ഇതുവരെ അതൊന്നും നോക്കാത്തത്? ഈ അവിടെ കിടക്കുന്ന കൊടും ക്രിമിനലുകൾ, കൊടിസുനി ഉൾപ്പെടെയുള്ള നിരവധി പേർ അവിടെ കിടക്കുന്നുണ്ട്. ഇവരൊക്കെ തന്നെ ഇവിടെ ഈ മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് കിടന്നുകൊണ്ടാണ് ആസൂത്രണം ചെയ്യുന്നത്. നമുക്കിതിൻ്റെ ഒരു ചെറിയൊരു പിൻചരിത്രം നമുക്ക് ആലോചിച്ച് നോക്കാം. കൊടിസുനിക്ക് കിട്ടിയ പരോളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലേ, കൊടിസുനി എന്തിനാണ് പരോളെടുത്ത് വന്നേ? എന്തെല്ലാം ലക്ഷ്യങ്ങളാണ് കൊടിസുനി വന്നത്? ഒന്ന് ഓർത്ത് നോക്കിയേ. കൊടിസുനി അന്ന് പുറത്തിറങ്ങിയില്ല, അതിൻ്റെ ഇടയ്ക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ നടന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഈ അഴികൾ മുറിക്കാനായിട്ട് ദിവസങ്ങളെടുത്തു. ഈ അഴികൾ മുറിക്കാനായി ദിവസങ്ങൾ എടുക്കുമ്പോൾ ഒറ്റ കൈയുള്ള ഒരാൾ ഈ അഴി മുറിക്കുന്നത് വളരെ പ്രായോഗികമായിട്ട് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് നോക്കിയേ. ഇദ്ദേഹം അവിടെ വർക്ക്ഷോപ്പിൽ പോയി ഹാക്സാ ബ്ലേഡ് എടുത്തിരിക്കുന്നു. CCTV ദൃശ്യങ്ങൾ ഇതിലെല്ലാം കിട്ടേണ്ടതാണ്. എന്നിട്ട് എന്തേ ഇതുവരെ അതൊന്നും പോലീസിന് കിട്ടാത്തത്? ഇത് കിട്ടിയെങ്കിൽ അതെന്തേ അവർ വെളിച്ചത്ത് കൊണ്ടുവരാത്തത്? ഒരു അംഗപരിമിതന് ജയിൽ ചാടുന്നതിന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്നറിയോ? അയാൾക്ക് ഒരു കൈയില്ല. അയാൾ ഈ പറയുന്ന രീതിയിൽ ഈ ടൗല് ആ പറയുന്ന ഗോവിന്ദചാമി കൂട്ടിക്കെട്ടിയതാണെന്ന് നിങ്ങൾക്കോ എനിക്കോ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിൽ അംഗപരിമിതിയുള്ള ഒരാളിന് ചാടാൻ കഴിയുന്ന രീതിയിൽ, സാധിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ പോയിരിക്കുന്നത്. പ്രതി പിടിയിലാകുമ്പോൾ പ്രതിയുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മൾ തന്നെ ഇന്നലെ സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ പറയുന്ന രീതിയിൽ നമ്മൾ കിടന്നുറങ്ങുന്ന, നമ്മൾ മൂടാൻ ഉപയോഗിക്കുന്ന ടവൽ പോലെയുള്ള കട്ടിയുള്ള തുണിയാണ് കൂട്ടിക്കെട്ടിയിരിക്കുന്നത്. നീളത്തിലുള്ള തുണിയാണ് കൂട്ടിക്കെട്ടിയിരിക്കുന്നത്. ഇത് കൂട്ടിക്കെട്ടാൻ 2 കൈ ഉള്ളവരല്ലേ പറ്റുള്ളൂ.
അപ്പോൾ ഇത് ജയിലിനകത്ത് തടവ് പുള്ളികൾ തന്നെയോ അല്ലെങ്കിൽ പോലീസിൻ്റെ ഒത്താശയോടെ ചെയ്യുന്നില്ല എന്ന് നമുക്ക് എങ്ങനെ കരുതാൻ കഴിയും? രണ്ട്, മീര തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ VS അച്യുതാനന്ദൻ എന്ന നേതാവിൻ്റെ മരണവും അതിൻ്റെ പിറകെ കേരള ജനത പോകുമ്പോഴും അതിന് വിഷയം മാറ്റി തിരിച്ചുവിടാനായി ഇത്തരത്തിൽ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തില്ലെന്ന് ആര് കണ്ടു? ഇപ്പം നിരവധി കൊടും ക്രിമിനലുകൾ അവിടെ ആ ജയിലിൽ കിടക്കുന്നുണ്ട്. ആ കൊടും ക്രിമിനലുകൾ ചാടിയാൽ അത് സർക്കാർ ഒത്താശയോടെയാണ് എന്ന് പറയില്ലെന്ന് ആര് കണ്ടു? ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ കൊടി സുനിയോ അല്ലെങ്കിൽ കിർമാണി മനോജോ അങ്ങനെ അവിടെ ജയിലിൽ കിടക്കുന്ന വേറെയും കുപ്രസിദ്ധ കൊലയാളികളുണ്ട്. നമ്മുടെ ഈ നമ്മുടെ പെരിയ കേസിലെ പ്രതികളായ കൃപേഷിനെയും ശരത്ലാലിൻ്റെയും വധവുമായി ബന്ധപ്പെട്ടുള്ള മാന്യന്മാരായിട്ടുള്ള കുറച്ച് പേര് ബഹുമാന്യമില്ല, അത് പറഞ്ഞാൽ എന്നെ അടിക്കും ആൾക്കാർ, കൊടും ക്രിമിനലുകൾ അവിടെ കിടക്കുന്നുണ്ടല്ലോ. അവരിൽ ആരെങ്കിലും ചാടിയാൽ അത് CPM തലയിൽ കൊണ്ട് വയ്ക്കാം. ഗോവിന്ദച്ചാമി ചാടിയാൽ അത് വേറൊരു വെർഷനാകും അല്ലേ? ഗോവിന്ദച്ചാമി ചാടുമ്പോൾ അതിന് മറ്റൊരു രാഷ്ട്രീയ മാനമില്ല എന്ന് പറയാം. ഒരു കൊടും ക്രിമിനലാണ് ചാടുന്നത്, അതിന് രാഷ്ട്രീയ മാനങ്ങളില്ല. അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലെന്ന് ആര് കണ്ടു? അതൊരു ആസൂത്രണമല്ലെന്ന് ആര് കണ്ടു? വിഷയം വഴിതിരിച്ച് വിടാനായിട്ടുള്ള ഒരു ആസൂത്രണമല്ല, കഷണ്ടി തലയിലുണ്ടായ ബുദ്ധിയല്ലെന്ന് ആര് കണ്ടു? കഷണ്ടി തലയിലുണ്ടായ ബുദ്ധി തന്നെയാണ്. അത് ഞാൻ ആരുടെ തലയെന്നും കഷണ്ടി തലയെന്നും ഞാനിവിടെ വ്യക്തമാക്കേണ്ട കാര്യമില്ല, കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അപ്പോൾ ആ തലയിൽ ഉയർന്ന ഒരു ബുദ്ധിയാണത്. ഗോവിന്ദച്ചാമി ആകുമ്പോൾ കൊടും ക്രിമിനലാണ്. ഈ നമ്മൾ പണ്ടൊരു പഴഞ്ചൊല്ല് പറയും, ഓന്ത് ഓടിയാൽ വേലിയോളം, അതിനപ്പുറം ഓന്ത് പോവില്ല അല്ലേ? അതിനപ്പുറം ഓന്ത് പോവില്ല. അതുപോലൊരു ഓന്ത് മാത്രമാണ് ഈ ഗോവിന്ദച്ചാമിക്ക് വേറെ പോകാൻ അറിയില്ല. അയാൾക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ, കണ്ണൂരിൽ അയാൾ ഇറങ്ങിയിട്ട് അയാൾ എവിടെയാണ് പോയത്? അയാൾക്ക് റെയിൽവേ സ്റ്റേഷൻ പോകേണ്ടത് എങ്ങോട്ടെന്നറിയില്ല, കാസർഗോഡ് പോകേണ്ടത് എങ്ങോട്ടെന്നറിയില്ല, കണ്ണൂർ പോകേണ്ട വഴി അറിയില്ല. അപ്പോൾ ഗോവിന്ദച്ചാമിയെ ഇറക്കി വിട്ടു. ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ആ ഓന്ത് ഓടി പോയി ഒരു വേലിയിൽ അവിടം വരെ നിന്നു, പോയി പൊക്കി, 4 മണിക്കൂറിനകം പൊക്കി. അത് വലിയ കാര്യമാണ്. അപ്പോൾ ഇത് സർക്കാർ തലത്തിൽ ഇപ്പം നമ്മുടെ വേറൊരു സംശയം, 7.5 മീറ്റർ ഉയരം, ഈ 7.5 മീറ്റർ ഉയരം തുണി കെട്ടി വടം പോലെയാക്കി ഈ പറയുന്ന വിദ്വാൻ ചാടി എന്ന് പറയുന്നത് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്ങനെയാണ് ഈ വടത്തിൽ ഒറ്റ കൈ കൊണ്ട് ഇയാൾ പിടിച്ചു കയറുന്നത്? ഒന്ന് ആലോചിച്ചു. കിണറിലിറങ്ങിയില്ലേ? അപ്പൊ അയാൾക്ക് അത് ചാടിയതാകാം, ഒറ്റ ചാട്ടം വെള്ളത്തിലേക്ക് ചാടിയതാകാം. വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയല്ല. നമ്മൾ ഇന്നലെ മാധ്യമങ്ങളിൽ അത് കണ്ടു. വെള്ളം നിറഞ്ഞിരിക്കുന്ന അവസ്ഥ തന്നെയാണെങ്കിൽ അയാൾ അരികു ചേർന്നാ ഇരിക്കുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ 2 കൈ ഇല്ലാത്ത ഒരാൾക്ക് വർഷങ്ങൾ ഇങ്ങനെ ഒറ്റ കൈ ജീവിക്കുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്നാലും മീര അങ്ങനെ കൂട്ടിച്ചേർത്ത് രണ്ട് സാധനങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരിക്കലും കിട്ടാൻ പറ്റില്ല. നമ്മുടെ ഈ വിരലുകളില്ലാതെ നമുക്ക് ഒരിക്കലും ഒരു സാധനം കൂട്ടിച്ചേർത്ത് കിട്ടാൻ പറ്റില്ല. പിന്നെ ഇതേപോലെ ഇങ്ങനെ തൂങ്ങി കയറാനും ഈ കൈ ഇല്ലാതെ എങ്ങനെ കയറും? ഈ വിരലില്ലാതെ എങ്ങനെ അള്ളിപ്പിടിച്ച് കയറും? അതൊന്ന് ആലോചിച്ച് നോക്ക്. 7.5 മീറ്റർ ഉയരമുള്ള മതിലാണ്. അവിടെ എങ്ങനെ ഈ പറയുന്ന രീതി ഈ വിദ്വാൻ എത്തും? പിന്നെ ഈ പറയുന്ന വർക്ക്ഷോപ്പിൽ നിന്ന് ഈ ബ്ലേഡ് എടുത്തെന്ന് പറയുന്നു. കാലങ്ങളായി അറുത്ത് മാസങ്ങളായി അറുത്ത് ആണ് ഈ പറയുന്ന അഴി ഇളക്കിയെന്ന് പറയുന്നത്. എന്നിട്ട് ആ അഴി ഇളക്കിയെന്ന് പറഞ്ഞിട്ട് അതും ഇവിടെ ആരും കണ്ടില്ലേ? ഈ അഴിയിൽ ഇങ്ങനെ ചെയ്യുന്നത് ആരും കണ്ടില്ലേ? അവിടെ CCTV ദൃശ്യങ്ങളുള്ളതല്ലേ? ഈ പറയുന്ന രീതിയിൽ കൊടും കുറ്റവാളികൾ താമസിക്കുന്ന ഈ ഇടത്ത് ഒരു പ്രത്യേക നിരീക്ഷണം വേണ്ടതല്ലേ? അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്കിത് ആകെ മൊത്തം വായിച്ചെടുക്കുമ്പോൾ ഇതൊരു നല്ല തിരക്കഥയാണ്. എനിക്ക് അതിലേറെ ഒരു കൗതുകം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, കണ്ണൂർ സെൻട്രൽ ജയിലാണ്. അവിടെ കൊടും കുറ്റവാളികളുണ്ട്. ജയിലിനകത്ത് ജയിലാണ്, 10ാം ബ്ലോക്ക്. എന്നിട്ടും അവിടെ നിന്നാണ് രക്ഷപ്പെടുന്നത്. അതും CCTV ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്നാണ് ഇറങ്ങുന്നത്. നടന്നു പോകുന്നത് മാത്രമാണ് പുറത്തു വന്ന ദൃശ്യങ്ങൾ. നമുക്ക് കറുപ്പും ഇട്ട് പോകുന്ന ഒരാളെ കാണിച്ചു. അപ്പൊ ഇതിലൊക്കെ സംശയിക്കേണ്ടതുണ്ട്. അത് പിന്നീട് പുറത്തു നിന്ന് വന്ന CCTV ദൃശ്യം. അതിനു മുമ്പ് വന്നതിൽ കറുപ്പ് ഷർട്ടായിരുന്നു ഇട്ടിരുന്നത്. അപ്പൊ എങ്ങനെ CCTV ഇത്ര മാത്രമേ ഉള്ളൂ, ഈ ഒരു പരിമിതി വരെ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞിട്ടല്ലേ അത് തന്നെ തെരഞ്ഞെടുക്കുന്നത്? അതെങ്ങനെ ഗോവിന്ദച്ചാമിക്ക് മനസ്സിലാവും? അതാണ് ഗോവിന്ദച്ചാമിക്ക് എങ്ങനെ മനസ്സിലാവും? അതിനുശേഷം വേറൊരു കാര്യം, അതിന് അടുത്ത് തന്നെയുള്ള ട്രാൻസ്ഫോമർ അവിടെ അതിൽ ഈ പറയുന്ന രീതിയിൽ ഒരു ക്ലിപ്പ് ഇട്ട് കയറണമെങ്കിൽ അവിടെ കറണ്ട് ഇല്ല എന്നുള്ള കാര്യം ഗോവിന്ദച്ചാമി എങ്ങനെ അറിയുന്നു? ഒരു മാസമായിട്ട് എന്തോ കറണ്ടില്ല. അത് അയാൾ എങ്ങനെ അറിയുന്നു? അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇത് ഒന്നുകിൽ നമ്മൾ ഇന്നലെ സംസാരിച്ചതുപോലെ ഒരു സർക്കാർ കൂടെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഗെയിമോ, അല്ലെങ്കിൽ പോലീസ് തന്നെ സർക്കാരിനെ അവമതിപ്പ് വരുത്താൻ, സർക്കാരിനെ ഒന്ന് കരുതേച്ച് കാണിക്കാൻ പോലീസ് തന്നെ ചെയ്തതാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയും. അങ്ങനെ ചെയ്യുമോ പോലീസ്? ഈ പറയുന്ന രീതിയിൽ എന്താണ് ഇങ്ങനെ നിങ്ങൾ ഈ പറയുന്നത്? ഒരു സർക്കാരിനെ താഴെ ഇടാൻ പോലീസ് വിചാരിച്ചാൽ അത് പറ്റും, പക്ഷേ ഒരു പിടുത്തം വീഴുമെന്ന് ഉറപ്പുണ്ട്. കൂടിപ്പോയാൽ സസ്പെൻഷൻ,
ഈ സംഭവം നടന്നു കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കകം അത് പറഞ്ഞു സർക്കാർ ഒത്താശയിലാണെങ്കിൽ സസ്പെൻഷൻ എന്ന് ഞാൻ പറയുന്നു. ഒത്താശ അല്ലെങ്കിലും ഇത്രേ സംഭവിക്കുള്ളൂടെ, 3 മാസത്തെ സസ്പെൻഷനെ നിനക്ക് കാണുള്ളൂ. നീ ഒന്ന് കണ്ണടച്ചു കൊടുക്ക്. ഇങ്ങനൊരു നാടകം ഇവിടെ അരങ്ങേറാൻ പോവുക. ഇതറിയില്ലെന്ന് ആര് കണ്ടു? പോലീസിനകത്ത് അവർക്ക് തൊഴിലാളി യൂണിയൻ പോലെ യൂണിയൻ വരെയുണ്ട്. അത് നിങ്ങൾക്കറിയോ? പഴയതുപോലെയൊന്നുമല്ല. പോലീസ് എന്ന് പറഞ്ഞാൽ യൂണിയൻ വരെയുണ്ട്. ഇപ്പോൾ അവർക്ക് പറയുന്ന രീതിയിലൊന്നും അങ്ങനെ കയറി അവരെ ആർക്കും മേയാനൊന്നും പറ്റില്ല. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടി നോക്കുമ്പോൾ ഇങ്ങനെ അംഗപരിമിതനായ ഒരാൾക്ക് എങ്ങനെ 7.5 മീറ്റർ പൊക്കമുള്ള 7.5 മീറ്റർ ഉയരമുള്ള ഈ മതിലിൽ ഇങ്ങനെ ഒരു കൈവച്ച് തുണി കെട്ടി ഇത്തരത്തിൽ തൂങ്ങി കയറി വെള്ളം കോരി ഒഴിച്ച് കുളിക്കാൻ ഉപയോഗിക്കുന്ന ട്രംപ് വെച്ച് അതിന് നീക്കിയെടുക്കണം. അതിന് ഇത്രയും ആരോഗ്യമൊക്കെ ഇയാൾക്കുണ്ട്, ഇത്രയും വലിയ ട്രംപൊക്കെ. പക്ഷേ ഇന്നലെ ചർച്ചകളിലൊക്കെ ഗോവിന്ദചാമി തന്നെയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് നല്ല ശക്തിയുള്ള ആളാണ് എന്ന് പറയുന്ന അതൊക്കെ ഞാൻ ഇതൊക്കെ പോലീസുകാർ പറയുന്നതല്ലേ. പോലീസുകാർ പറയുന്ന ഇത് പോലീസുകാർ തന്നെയായിരിക്കും ഇനി ഇതിന്റെ മഹസർ എഴുതുക. പോലീസുകാർ തന്നെയായിരിക്കും കുറ്റപത്രം തയ്യാറാക്കുക. പോലീസുകാർ സ്വയം സൃഷ്ടിയാൽ കുറ്റപത്രം തയ്യാറാക്കുന്നു, പോലീസുകാർ തന്നെ ഇത് കൊടുക്കുന്നു, പോലീസുകാർ തന്നെ കോടതിയിൽ പറയുന്നത് കോടതിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. മറ്റൊന്നെന്ന് പറയുന്നത് സുപ്രീം കോടതി വരെ ഗോവിന്ദചാമി എത്തി എന്നുള്ളത് അത് ചിന്തിക്കണം. അത് കേരളത്തിലെ നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഒരു ഭാഗം. ഇങ്ങനത്തെ ഒരു കൊടും ക്രിമിനലിനെ സുപ്രീം കോടതി വരെ എത്തി. അയാൾക്ക് അച്ഛനില്ല, അയാൾക്ക് അമ്മയില്ല, ഭാര്യയില്ല, സഹോദരങ്ങളില്ല, ഒരു നാടില്ല, വീടില്ല. പിന്നെ അയാൾക്ക് എന്ത് നഷ്ടപ്പെടാനാ? അയാൾക്കൊരു ആശ്രയം, കിടന്നുറങ്ങാൻ ഒരു മഴ പെയ്യാതെ ഒരു മേൽക്കൂരയായിട്ട് ജയിലിനെ കാണാം. അയാൾക്ക് വേണ്ടി ഹാജരായ വക്കീൽ പോലും ഫേമസ് ആയ ഒരു വക്കീലായിരുന്നു, ക്രിമിനൽ ലോയർ. അപ്പം അതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് സംശയമാണ്. ഭിക്ഷ എടുത്ത് ജീവിച്ചിരുന്ന ഒരാളാണ് ഇയാള്. പറഞ്ഞോളൂ. അതെ, ഒന്നത് അതായത് ഈ ക്രിമിനൽ ലോയേഴ്സും പിന്നെ സുപ്രീം കോടതി വരെ എത്തി എന്നുള്ള ഈ കേസിന്റെ ഒരു ചരിത്രവും. ഒന്ന്, ക്രിമിനൽ ലോയറായിട്ടുള്ള അതും പ്രശസ്തനായ ഒരാൾ അദ്ദേഹം ഇന്നില്ല. അപ്പോൾ അത് അങ്ങനെ ഒരു ലോയറിനെ വെക്കാനും സുപ്രീം കോടതി വരെ എത്തുകയും ചെയ്തു. അതൊന്ന്. മറ്റൊന്ന്, ജയിൽ DGP ഇന്നലെ സന്ദർശിക്കാനിരിക്കുമ്പോൾ എന്തു തന്നെ ആയാലും ഇത്തരത്തിലുള്ള ഒരു വീഴ്ച സംഭവിക്കാൻ അവിടെ സാധ്യതയില്ല. പരിശോധനകൾ നടത്തും, എന്തായാലും ജയിലിൻ്റെ ഉള്ളിൽ പരിശോധനകൾ നടത്തും, പ്രതികളെ അതിനനുസരിച്ച് ട്രെയിൻ ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അതൊന്നും അവിടെ നടന്നിട്ടില്ല. അല്ല, അതാ പറഞ്ഞത്, ഇത് ഒന്നുകിൽ വെൽ ഫാബ്രിക്കേറ്റഡ് ഒരു സ്റ്റോറി. ഇത് ഗവൺമെൻറ് തന്നെ അറിഞ്ഞുകൊണ്ടോ, ഗവൺമെൻറ് അല്ല, പിന്നെ അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ബുദ്ധികേന്ദ്രം എവിടെയാണെന്നുള്ളത് ചിലപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ആയിരിക്കാം ബുദ്ധികേന്ദ്രം. അത്തരത്തിലുള്ള വക്രബുദ്ധികളൊക്കെ അവിടുന്ന് ഉണ്ടാകുള്ളൂ. കാര്യം ഈ പറയുന്ന രീതിയിൽ VS അച്യുതാനന്ദൻ്റെ മരണം ജനം അതിലിങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ വേറൊരു പ്രക്രിയയിലൂടെ അതിനെ മാറ്റുക, ജയിൽ ചാടുന്നു, അത് സിസ്റ്റത്തിൻ്റെ ഫെയിലിയറാണ്, കേടാണ് എന്നുണ്ടെങ്കിലും ഞങ്ങൾ 4 മണിക്കൂറിനകം പിടിച്ചു, നമ്മുടെ ക്രെഡിബിലിറ്റി നമ്മൾ കാണിച്ചു എന്ന് വേണമെങ്കിലും പറയാമല്ലോ. അപ്പോൾ ഇത് ശ്രദ്ധ തിരിച്ച് വിടാനുള്ള ബുദ്ധി തന്നെ ആകാനാണ് ഒന്നാമത്തെ സാധ്യത. ഇല്ലെന്നുണ്ടെങ്കിൽ സർക്കാരിനെ അവമതിപ്പ് വരുത്താനായി പോലീസ് തന്നെ തയ്യാറാക്കിയ ഒരു കഥയാണ്. കാര്യം ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഗോവിന്ദചാമി എന്ന അംഗപരിമിതനായ ഒരാൾക്ക് ഇതിങ്ങനെ ചാടാൻ കഴിയില്ല. അംഗപരിമിതനായ ഒരാൾ ചാടുന്നതിലൂടെ നമ്മുടെ മാധ്യമ ശ്രദ്ധ മാറ്റി നിർത്തുക. ഒരു ദിവസം മൊത്തത്തിൽ ഇന്നലെ അതായിരുന്നു ശ്രദ്ധ പോയത്. മാധ്യമ ശ്രദ്ധ മൊത്തത്തിൽ ഇന്നലെ അങ്ങോട്ടാണ് പോയത്. ഇന്നും ചിലപ്പോൾ ഉച്ചവരെ അത് തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തോന്നുന്നത് ഇതൊരു അന്തർനാടകമാണ്, ഏറ്റവും നല്ലൊരു അന്തർനാടകമാണ്. അത് ആരാണ് സ്പോൺസർ ചെയ്തതെന്നുള്ളത് വഴിയേ നമുക്ക് അറിയാൻ കഴിയും. അത്രയേ ഉള്ളൂ.